പക്ഷെ നമ്മൾക്ക് ഈ ഹിദായത്ത് കിട്ടിയപ്പോഴും ഈ ഹിദായത്ത് കിട്ടാതെ പോയ ആളുകളെക്കാൾ നമുക്ക് എന്ത് മികവാണുള്ളത്, നമുക്ക് എന്ത് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി മീതത്തെ സവിശേഷതയുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദുനിയാവിൽ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ എത്ര മനുഷ്യന്മാരുണ്ട് ജീവിച്ചിരിക്കുന്നത്? 700 കോടി ജനങ്ങളുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അല്ലാഹു അക്ബർ. അത്രയും ജനങ്ങളിൽ ശരിയായ ആദർശം ലഭിച്ച ദീനുൽ ഇസ്ലാം മനസ്സിലാക്കിയ ആളുകൾ വളരെ കുറച്ചാണ്. അതിൽ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിലുള്ള സ്വഹാബത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചാലേ അള്ളാഹു തൃപ്തിപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആളുകൾ വളരെ ചുരുക്കം. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ കറുത്ത ഒരു കാളയുടെ പുറത്ത് ഉള്ള വെളുത്ത രോമങ്ങൾ പോലെ, അല്ല നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് വെളുത്ത കാക്കകളെ പോലെ, അത്രയും കുറവാണ്. എങ്ങനെ നമുക്കിതെങ്ങനെ കിട്ടി? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്ക് അതിന് മാത്രം എന്ത് മികവാനുള്ളത്? നമ്മൾ എന്താണ് കാഴ്ചവെച്ചിട്ടുള്ളത് ദീനിനു വേണ്ടി, റബ്ബിനു വേണ്ടി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി? നമ്മൾ അതിന് മാത്രം എന്ത്? നമുക്കിതെന്തും പ്രത്യേകിച്ച് ഒന്നും കണ്ട് കിട്ടിയതല്ല. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുടുംബ പാരമ്പര്യമോ അല്ലെങ്കിൽ വംശപാരമ്പര്യമോ അങ്ങനെ എന്തെങ്കിലും കുടുംബ മഹിമ കൊണ്ടോ മറ്റൊന്നും കിട്ടിയതാണെങ്കിൽ നമ്മളെക്കാൾ അങ്ങേയറ്റം വലിയ കുടുംബ മഹിമയുള്ള ആളുകൾക്ക്, ഉദാഹരണത്തിന് നൂഹ് അലൈഹി സ്വലാമിന്റെ മകൻ, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഉപ്പ, ഇങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുമായിരുന്നു. നമ്മുടെ കുടുംബ പാരമ്പര്യമല്ല അതിനെ നമ്മൾ അർഹരാക്കി തീർത്തത്. ഫിറഔൻ അങ്ങേയറ്റം ഏറ്റവും വലിയ അധികാരമുള്ള അവസ്ഥയിലുണ്ടായിട്ടും ഫിറഔന്റെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ ദീനിനു വേണ്ടി അല്ലെങ്കിൽ നമ്മൾ കുറെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, അതൊന്നും ഒരു മാനദണ്ഡമേ അല്ല. നിങ്ങൾക്കറിയോ, അബൂ താലിബ് അലി റളിയല്ലാഹു അൻഹു ഉപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പം മുതൽ സ്വന്തം ഉപ്പയെ പോലെ പോറ്റി വളർത്തുന്നതിൽ അബൂ താലിബിന് വളരെ വലിയ പങ്കുണ്ട്. കാരണം ഉമ്മ മരിച്ചു ചെറുപ്പത്തിൽ തന്നെ, പിന്നെ വല്യുപ്പ, അതിനുശേഷം അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി വളർത്തുന്നത്. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യങ്ങൾ നോക്കുകയും ചെലവും മറ്റെല്ലാം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആയതിനു ശേഷം മക്കക്കാർ നടത്തുന്ന പ്രയാസങ്ങൾ തടുക്കുവാൻ ഏറ്റവും വലിയ സബബായി നിന്നിരുന്നത് അതിലൊന്ന് അബൂ താലിബായി. പല പണ്ഡിതന്മാരും പറയാറുണ്ട്, പല സ്വഹാബികളും ചെയ്യാത്തത്ര വലിയ ദിഫാ എന്ത് ചെയ്തിട്ടുണ്ട്, അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി മക്കക്കാർക്കെതിരെ ചെയ്തിട്ടുണ്ട്. ആ അബൂ താലിബ് ഹിദായത്ത് കിട്ടാതെ ഷഹാദത്ത് കലിമ ചൊല്ലാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ നമുക്ക് എന്ത് മീസത്താണ് അവരെക്കാളൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്? ഒന്നുമില്ല. ഒരു പ്രത്യേകതയും ഉള്ളത് കൊണ്ടല്ല നമുക്കിത് കിട്ടിയത്. നമ്മൾ ഉറപ്പിച്ചോ? നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. റബ്ബിന്റെ ഫضലും റഹ്മത്തും മാത്രം, അള്ളാഹുവിന്റെ ഔദാര്യം മാത്രം, അവന്റെ കാരുണ്യം മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവൻ ഒരു കാര്യം, ഒരു നിഅമത്ത് ഒരു വ്യക്തി, ഒരു അടിമയ്ക്ക് കൊടുത്തിട്ട് ആ നിഅമത്തിന് ശുക്ർ കാണിക്കുന്നവരല്ല അവരെങ്കിൽ, ആ നിഅമത്ത് കിട്ടിയവരെങ്കിൽ അള്ളാഹു ആ നിഅമത്ത് എടുത്തു കളയും. അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞ ലൈൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ആ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, ഇനി നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്റെ ശിക്ഷ വളരെ കഠിനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ അനുഗ്രഹം, ഹിദായത്ത് അനുഗ്രഹം മാത്രം നമ്മൾ എടുത്തു. ആ അനുഗ്രഹത്തിന് നമ്മൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നതിന്റെ പരമാവധി നമ്മൾ നന്ദി കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് എത്ര പേർക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും?